കർത്താവിൻ തിരുനാമത്തിൽ വരുവോനീവധന്യനുമാ ഇസ്രായേലിൻ നൃപതന്നും ഉന്നതവിണ്ണിൽ ഹോസാന 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 ദാവീദാത്മജനോസാന ഹോസാന ഹോസാന പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പിതാവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ. പ്രിയ സഹോദരരെ, തപസ് കാലാരംഭം മുതലുള്ള ദിവസങ്ങൾ തൊട്ട് തപശ്ചര്യവും പരസ്നേഹ പ്രവർത്തനങ്ങൾ വഴി നമ്മൾ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കുകയായിരുന്നു. ഇന്നാകട്ടെ സാർവത്രിക സഭയോട് ചേർന്ന് നമ്മുടെ കർത്താവിന്റെ പെസഹ രഹസ്യത്തിന്, അതായത് അവിടുത്തെ പീഠാസഹനവും ഉത്ഥാനവും തുടക്കം കുറിക്കാനാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ രഹസ്യം പൂർത്തീകരിക്കാനാണ് അവിടുന്ന് തന്റെ നഗരമായ ജെറുസലേമിലേക്ക് പ്രവേശിച്ചത്. അതിനാൽ തികഞ്ഞ വിശ്വാസത്തോടും ഭക്തിയോടും കൂടെ അവിടുത്തെ രക്ഷാകരമായ പ്രവേശനം അനുസ്മരിച്ച് കർത്താവിനെ നമുക്ക് അനുഗമിക്കാം. അങ്ങനെ അവിടുത്തെ കൃപാവരം വഴി കുരിശിൽ പങ്കുചേർന്ന് നമ്മളും അവിടുത്തെ ഉത്ഥാനത്തിലും ജീവനിലും ഭാഗവാക്കുകളാകാൻ ഇടയാകട്ടെ. ഒരു നിമിഷം നേരം ഈ മഹാരഹസ്യത്തിലേക്ക് പ്രവേശിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെയും ചിന്തകളെയും നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും ദൈവസന്നിധിയിൽ നമുക്ക് പ്രതിഷ്ഠിക്കാം, സമർപ്പിക്കാം. ഏറെ സ്നേഹത്തോടെ ഹൃദയ നൈർമല്യത്തോടുകൂടെ വിശുദ്ധ വാരത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഒരുപാട് ദൈവാനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ഈ കുരുത്തോലകൾ അങ്ങേ അനുഗ്രഹത്താൽ വിശുദ്ധീകരിക്കണമേ. ആഹ്ലാദഭരിതരായി ക്രിസ്തുരാജനെ അനുഗമിക്കുന്ന ഞങ്ങൾ അവിടുന്ന് വഴി നിത്യ ജെറുസലേമിൽ എത്തിച്ചേരാൻ ശക്തരാകുമാറാകട്ടെ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. എഴുതിയ വിശുദ്ധ സുവിശേഷത്തിലുള്ള ഈ സ്ഥലങ്ങളെ സമീപിച്ചപ്പോൾ അവൻ 2 ശിഷ്യന്മാരെ ഇപ്രകാരം നിർദ്ദേശിച്ചയച്ചു: എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുവിൻ. അവിടെ ചെല്ലുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിനെ അഴിച്ചു കൊണ്ടുവരിക. നിങ്ങൾ അതിനെ അഴിക്കുന്നത് എന്തിനാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അതിനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുക. അയക്കപ്പെട്ടവർ പോയി യേശു പറഞ്ഞതുപോലെ കണ്ടു. അവർ കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ അതിന്റെ ഉടമസ്ഥർ അവരോട്, നിങ്ങൾ എന്തിനാണ് കഴുതക്കുട്ടിയെ അഴിക്കുന്നതെന്ന് ചോദിച്ചു. കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്നവർ പറഞ്ഞു. അവർ അതിനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുതക്കുട്ടിയുടെ പുറത്ത് വിരിച്ചു അവർ യേശുവിനെ ഇരുത്തി. അവൻ കടന്നു പോകുമ്പോൾ അവർ വഴിയരികിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. അവൻ പട്ടണത്തോടടുത്ത് ഒലിവുമലയുടെ ചരിവിന് സമീപത്തെത്തിയപ്പോൾ ശിഷ്യഗണം മുഴുവൻ സന്തോഷിച്ചു തങ്ങൾ കണ്ട എല്ലാ അത്ഭുത പ്രവൃത്തികളെ പറ്റി ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ, സ്വർഗത്തിൽ സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വം എന്നവർ ആർത്തു വിളിച്ചു. ജനക്കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ചില ഫരീസ്യർ അവനോട് പറഞ്ഞു, ഗുരു, നിന്റെ ശിഷ്യന്മാരെ ശാസിക്കുക. അവൻ പ്രതിവചിച്ചു, ഇവർ മൗനം പാലിച്ചാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു.
കർത്താവിന്റെ വിശേഷം. പ്രിയ സഹോദരരെ, യേശുവിനെ ആർപ്പ് വിളിച്ച ജനതയെ അനുകരിച്ച് നമുക്കും സമാധാനത്തോടെ പുറപ്പെടാം. ഏറ്റവും മുന്നിൽ സ്വരമുയർത്തി സ്വീകരിച്ചു കുതുകമായി കരമുയർത്തവേ വഴിയിൽ നീലെ വസ്ത്രവും വിരിച്ചു മോടിയിൽ ജനനദീ കുതുകമായി കരമുയർത്തവേ വഴിയിൽ നീലെ വസ്ത്രവും വിരിച്ചു മോടിയിൽ മഹിതനി ഹോസാന 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 ജനനദീ കുതുകമായി കരമുയർത്തവേ വഴിയിൽ ഹോസാന ഹോസാന. രക്ഷകനം